പാഠപുസ്തകങ്ങളിലെ പഠനത്തിനപ്പുറം ഒരു തൊഴിൽ സംസ്കാരം കൂടി തിരിച്ചറിയുക, അതിലൂടെ പഠനത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുക. ഇടുക്കി കട്ടപ്പനയിൽ BRCയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിയേറ്റീവ് ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം തെളിയിക്കുന്നതായി. ഫാഷൻ ഡിസൈനിങ്, വയറിംഗ്, ബഡ്ഡിംഗ്, തയ്യൽ, പാചകം, ഇലക്ട്രോണിക്സ്, തടിപ്പണി അങ്ങനെ വിവിധ തൊഴിൽ മേഖലകളെ തിരിച്ചറിയുകയാണ് കുട്ടികൾ. തങ്ങളുണ്ടാക്കിയ വസ്തുക്കളെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ ബോധ്യവുമുണ്ട്. ഇതിന്റെ അകത്തുള്ള ഈ HW ബാറ്ററി ഈ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യും. ആ സ്വിച്ച് വഴി ഈ ലൈറ്റ് ഈ PVC അതോടെ ഈ ലൈറ്റിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇവിടെ ഓഫ് ആവും, ഇത് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലൈറ്റ് തെളിയുകയും ചെയ്യും. വിവിധ വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം വെറുതെ ഉണ്ടാക്കുകയല്ല, ഇതിൽ കണക്കും സയൻസും ഒക്കെയുണ്ട്. ഇതിൽ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയുണ്ട്, 2 പേർക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ മുറിച്ച് ഇന്ന ഭാഗമായിട്ട് കൊടുക്കാം. അത് നമുക്ക് അന്നേരം മാത്സിന് സഹായിക്കും. പിന്നെ സയൻസിനെ കുറിച്ചാവുമ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും പിന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഇൻ ദി വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരം പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയ്ക്കായി അയ്യങ്കാളി നടത്തിയ പോരാട്ടവും ഇവർ ഓർമ്മിപ്പിക്കുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്നൊരു പെൺകുട്ടി ഈ സ്കൂളിൽ പഠിക്കാൻ വന്നതിന്റെ പേര് ആ കുട്ടിയെ ഇറക്കി വിട്ടു. ഇതറിഞ്ഞ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ആ കുട്ടിയെ കൈപിടിച്ച് ഈ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. സാധനങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, കമ്പോളത്തിലേതുപോലെ വിലപേശി വിൽക്കാനും ഇവർക്കറിയാം. ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി. ഞങ്ങൾ 7ാം ക്ലാസ്സിന്റെ വകയിൽ ഉണ്ടാക്കിയ ചേട്ടയുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് 80 രൂപ. പക്ഷെ അതിന് വലുതായിട്ടൊരു സോപ്പ് വരുന്നുണ്ട്, അതിന് 250 രൂപയാണ്. ഇതിന് മാത്രം 250 രൂപ. പിന്നെ ബാഗ് കിട്ടുന്നത് അതിന് 250 രൂപയാണ്. സമഗ്ര ശിക്ഷാ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ക്രിയേറ്റീവ് കോർണറിനായി ആദ്യഘട്ടത്തിൽ 14 സ്കൂളുകൾക്ക് 6 ലക്ഷം രൂപ വീതം ഫണ്ട് നൽകി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.